സർ, നമുക്ക് ഇന്നത്തെ കാൻഡിഡേറ്റിനെ വിളിക്കാം. ആദ്യം ഇന്ന് ഫോക്ക് മെലഡി റൗണ്ടിൽ പാടാൻ എത്തുന്നത് നമ്മുടെ കൂട്ടത്തിലെ കൊച്ചുകുട്ടിയായ ദിവ്യാഞ്ജന. ഏത് പാട്ട് പാടുന്നു? ഞാൻ പഴയ നാടൻ പാട്ടുകളിലൊന്നായ ആറ്റിൻകരയിൽ അരയാലിൻ കൊമ്പത്ത്. പഴയ നാടൻ പാട്ടാണെന്ന് അറിയാം, പുതിയതായിട്ട് എഴുതിയതല്ലെന്ന് അറിയാം. അല്ല, നന്നായി പഠിച്ചോ? നല്ല വിശ്വാസമുണ്ടോ? തുടങ്ങാമോ? ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. തിക്കി തിരക്കി മതിലകം തൂത്തപ്പോ രാജകുമാരിയുടെ താലി പോയി. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. കരയേണ്ട പെണ്ണെ നീ, പിഴിയേണ്ട പെണ്ണെ നീ, താലി താലി ഞാൻ തരുവേ. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. താലിയും വേണ്ടമ്മേ, മാലയും വേണ്ടമ്മേ, നേരെ പടിഞ്ഞാട്ടു പോയാ മതി. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. വേനൽ പിറക്കട്ടെ, വെള്ളം ചുരുങ്ങട്ടെ, പാടത്തെ ചേറൊക്കെ പൊടിയാവട്ടെ. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. തട്ടാനെ വരുത്തട്ടെ, പൊൻതൂക്കിക്കൊടുക്കട്ടെ, താലി പരത്തട്ടെ തത്തമ്മയ്ക്ക്. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. താലി പരത്തിച്ചരടിന്മേൽ കോർത്തപ്പോ പത്തര മാറ്റിന്റെ മിന്നു കിട്ടി. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. താലിയും കേട്ടി സഭയിങ്കൽ ചെന്നപ്പോ തത്തമ്മയ്ക്കൊത്തൊരു പെണ്ണുമില്ല. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. ആറ്റിൻകരയിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. ആനന്ദത്തോടെ ഇരിക്കും തത്ത. ആനന്ദത്തോടെ ഇരിക്കും തത്ത. ദിവ്യാഞ്ജന, എന്തോ? എന്താ ഇത്ര നീണ്ട പേര്? നമുക്ക് ചുരുക്കാം, ദിവ്യാന്നാക്കാം. വേണ്ട. അതെ, കൂട്ടുകാരൊക്കെ അങ്ങനെ നീട്ടി വിളിക്കും സ്കൂളിലൊക്കെ. കൊള്ളാല്ലേ? നല്ല പേര്. ഇത് അച്ഛനിട്ട പേരാണ്, അമ്മയിട്ട പേരാണ്? അമ്മയിട്ട. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ രണ്ടുപേരിട്ടെന്ന് ചോദിച്ചോ? ചോദിച്ചു. എന്താണ് കാര്യം? അമ്മ ഒരു സ്ഥലത്ത് നാടകം കാണാൻ പോയപ്പോ അതില് അഭിനയിച്ച ഒരു കുട്ടിയുടെ പേരാ കാശ്മീരിൽ നിന്ന് വന്ന കുട്ടി. കാശ്മീരിൽ നിന്ന് കുട്ടിയുടെ പേരാണ് ദിവ്യാഞ്ജന. അന്ന് അമ്മ തീരുമാനിച്ചത്. ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അത് പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ദിവ്യാഞ്ജന എന്ന് പേരിടണം എന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെയാണ് ദിവ്യാഞ്ജനയായത് അല്ലേ? കൊള്ളാം. തത്തയെ കുറിച്ചായിരുന്നു പാട്ട്.
ഈ പച്ച ഇട്ടത് തത്ത പച്ച ആയതുകൊണ്ടാണ് അല്ലേ? അതെ. ഇതെല്ലാം കൂടെ ഇട്ടപ്പോൾ ഒരു തത്തയുടെ ഒരു സൗന്ദര്യം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പാട്ടിലും രൂപത്തിലും എല്ലാം. വിദ്യാർത്ഥികളോട് ചോദിക്കാം. ഹിരൺ സർ, സാറിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാറിന്റെ അഭിപ്രായം എന്താണ്? മോളെ എവിടെ നിന്നാണ് പാട്ട് കിട്ടിയത്? പാട്ട് പഴയ നാടൻ പാട്ടിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പാട്ട് കിട്ടിയത്. ആരാണ് പാട്ട് സെലക്ട് ചെയ്തതെന്ന്? അമ്മമ്മ. നമ്മുടെ പഴയ നാട്ടുവഴക്കത്തിൽ അമ്മമ്മമാർ അല്ലെങ്കിൽ മുത്തശ്ശിമാർ കുട്ടികളെ പാടി ഉറക്കിയിരുന്ന പാട്ടുകളുടെ കൂട്ടത്തിലുള്ള പാട്ടാണ്. എന്തായാലും ഈ പാട്ട് സെലക്ട് ചെയ്ത അമ്മമ്മയ്ക്ക് ആദ്യം അഭിനന്ദനം. അത് മോള് വളരെ തന്മയത്വത്തോടു കൂടി തന്നെ പാടി. കാരണം ഒരു ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ വളരെ മധുരമായിട്ട് തന്നെ ആലപിക്കാൻ കഴിയുന്നതിന് പ്രത്യേകം അഭിനന്ദനം പറയുന്നു. 19 മാർക്ക്. 19 മാർക്കാണ് ആദ്യം തന്നെ മോൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്. നമുക്ക് ചന്ദ്ര സാറിനോട് ചോദിക്കാം. സാർ. ഹലോ ദിവ്യാഞ്ജന. അപ്പോൾ ദിവ്യാഞ്ജനാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു ആനന്ദത്തോടിരിക്കുന്ന ഒരു പാട്ട് കൊണ്ടുവന്നത്. ഇത് മുമ്പൊക്കെ ഉള്ള വല്ല വേവലാതിയോ ദുഃഖമോ സങ്കടമോ പല വിഷമങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഈ സന്തോഷപരമായ ഒരു താല്പര്യം കൊണ്ടുവന്നതിന് എൻ്റെ വകര് 19 മാർക്ക്. സാറും 19 മാർക്ക് തന്നെ നൽകിയിരിക്കുന്നു. ഗീതാ മാം. ദിവ്യക്കുട്ടി എന്ന് വിളിക്കണം, അഞ്ജന കുട്ടി എന്ന് വിളിക്കണം. നമ്മുടെ ഇടയിൽ ഏറ്റവും ചെറിയ കുട്ടിയല്ലേ അല്ലേ? ഇപ്പോൾ ദിവ്യാഞ്ജന കുട്ടി നന്നായി പാടി, നല്ല മധുരമായ ശബ്ദം, നല്ലൊരു ഭാവി മോൾക്കുണ്ട്. ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ച് നല്ല ഉറപ്പ് വരുത്തുക, ബേസിലൊക്കെ നല്ല ഉറപ്പ് വരുത്തുക, നല്ല ഭാവിയുണ്ട്. എന്തായാലും നമ്മുടെ ഇടയിലെ കൊച്ചുകുട്ടിക്ക് 19 മാർക്ക്. ടീച്ചറും 19 മാർക്ക് തന്നെ നൽകിയിരിക്കുന്നു. സദാശിവൻ സർ. ദിവ്യാഞ്ജന എന്തോ ഏത് സ്കൂളിൽ പഠിക്കുന്നു? കേന്ദ്രീയ വിദ്യാലയം. എവിടെ? പട്ടം. ഇത് നല്ലൊരു നാടൻ പാട്ടിൻ്റെ ശൈലി ഉണ്ടായിരുന്നു, നല്ല ഈണമായിരുന്നു, നല്ലവണ്ണം പാടി അവതരിപ്പിച്ചു. ഞാൻ 19 മാർക്ക് കിട്ടി. സാറും 19 മാർക്ക് തന്നെ നൽകി. വിശ്വനാഥൻ സർ. പ്രത്യേകിച്ച് പറയാനില്ല, നമ്മുടെ ഒരു ഓമനക്കുട്ടിയാണ് ദിവ്യാഞ്ജന. വളരെ ഓമനത്വപൂർവ്വം നല്ല ഭംഗിയായിട്ട് പാടി. അപ്പം മാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരും തന്ന പോലെ 19 മാർക്ക് ഞാൻ. സാറും 19 മാർക്ക് നൽകിക്കൊണ്ട് ആകെ 95 മാർക്കാണ് ഈ റൗണ്ടിൽ ദിവ്യാഞ്ജനയുടെ സ്കോർ. മോളെ കിട്ടില്ല മാർക്കാണ് ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ ദിവ്യക്ക് കിട്ടിയിരിക്കുന്നത്. കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്. അടുത്ത പെർഫോമൻസ് വരുമ്പോഴും ഇതേപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ ദിവ്യാഞ്ജന, വളരെ മനോഹരമായിരിക്കുന്നു. ആശംസകൾ.